പൗലോസ് എങ്ങനെ കടമറ്റത്ത് കത്തനാരായി എന്ന കഥ അറിയാമോ? തിരുവിതാംകൂറിലുള്ള കുന്നത്തുനാട് താലൂക്കിലെ കടമറ്റം എന്ന ദേശത്ത് നിർധനരായ ഉലഹന്നാന്റെയും ഏലിയാമ്മയുടെയും മകനായി അദ്ദേഹം ജനിച്ചു. യഥാർത്ഥ പേര് പൗലോസ് എന്നായിരുന്നു. മാതാപിതാക്കൾ മരിച്ചു പോവുകയും സഹോദരന്മാരാരും ഇല്ലാതെ വരികയും ചെയ്തതിനാൽ ചെറുപ്പത്തിൽ തന്നെ അനാഥനായി നിത്യവൃത്തിക്ക് യാതൊരു മാർഗവുമില്ലാതെ ആയപ്പോൾ ഒരു ദിവസം ആ വാസസ്ഥലത്തുനിന്നിറങ്ങി സ്വദേശത്തുള്ള പള്ളിയിൽ ചെന്നു തന്റെ കഷ്ടതയ്ക്ക് എന്തെങ്കിലും നിവൃത്തിമാർഗമുണ്ടാക്കിത്തരണമെന്നു ഭക്തിപൂർവ്വം ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു. ആ സമയം ആ പള്ളിയിലെ പ്രധാന വികാരിയായ കത്തനാർ അവിടെ വരികയും കൊച്ചു പൗലൂസിന്റെ സങ്കടം കണ്ടിട്ട് അവനെ അടുക്കൽ വിളിച്ചു വിവരമെല്ലാം ചോദിക്കുകയും കൊച്ചു പൗലൂസ് തന്റെ കഷ്ടതകളെല്ലാം അദ്ദേഹത്തെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു. അവന്റെ കഷ്ടതകൾ മനസ്സിലാക്കിയ കത്തനാർ അവനെ സ്വന്തം മകനായി എടുത്ത് വളർത്തി. അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം നൽകുകയും സുറിയാനി തുടങ്ങിയ ഭാഷകൾ പഠിപ്പിക്കുകയും ചെയ്തു. വൈദിക പാഠങ്ങൾ എല്ലാം അദ്ദേഹം സ്വയം പഠിക്കുകയും ചെയ്തു. 5-6 വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം ഒരു വൈദികൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളിലും നിപുണനായിത്തീർന്നു. കത്തനാരച്ചൻ അദ്ദേഹത്തെ ഒരു ഷെമ്മാശൻ ആയി വാഴിച്ചു. അക്കാലത്ത് ആ കത്തനാർക്ക് അനവധി പശുക്കളും അവയെ മേയ്ക്കുന്നതിന് ഒരു ഭൃത്യനുമുണ്ടായിരുന്നു. പശുക്കളെയെല്ലാം അഴിച്ചുവിട്ട് അടുക്കലുള്ള മലകളിൽ കൊണ്ടുപോയി തീറ്റി നേരം വൈക്കുമ്പോൾ പശുക്കളെയും കൊണ്ടു മടങ്ങിവരിക പതിവായിരുന്നു. ഒരു ദിവസം അവൻ പശുക്കളെയെല്ലാം തീറ്റി വരുമ്പോൾ പശുക്കളുടെ മുന്നിലേക്ക് ഒരു പുലി ചാടി വീഴുകയും അതിലൊന്നിനെ പിടിച്ച് കാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതിനെ അന്വേഷിക്കാനായി ഷെമ്മാശൻ കത്തനാരും അടങ്ങുന്ന ഒരു സംഘം അന്വേഷിച്ചു പോവുകയും ചെയ്തു. നേരം ഒരുപാട് ഇരുട്ടിയതുകൊണ്ട് അന്വേഷണം അവസാനിപ്പിച്ച് തിരിച്ചെത്തി അപ്പോഴാണ് അറിയുന്നത് ഷെമ്മാശനെ കാണുവാൻ ഇല്ല എന്ന്. അന്വേഷണത്തിനിടയിൽ വഴി തെറ്റി ഷെമ്മാശൻ മന്ത്രവാദികളായ കാട്ടുവാസികളുടെ ഇടയിൽ എത്തിച്ചേരുകയും ചെയ്തു. അവർ അവനെ പിടിച്ചു കെട്ടുകയും ചെയ്തു. കാട്ടുവാസികളുടെ മൂപ്പൻ ആൺമക്കൾ ഇല്ലാതിരുന്നതിനാൽ ഷെമ്മാശനോട് ദയ തോന്നി. ആചാരങ്ങളും കുലമര്യാദകളും പാലിച്ച് ഇവിടെ തന്റെ കൂടെ കഴിഞ്ഞാൽ എല്ലാ മന്ത്രതന്ത്ര വിദ്യകളും പഠിപ്പിച്ചു നൽകാമെന്ന് മൂപ്പൻ പറഞ്ഞു. തിരിച്ചു പോകുവാൻ നിർവാഹമില്ലാത്തതിനാൽ മൂപ്പൻ പറയുന്നതനുസരിച്ച് പൗലോസ് അവിടെ കഴിഞ്ഞു. ഷെമ്മാശനെ കാണാതെ കത്തനാർ ഒരുപാട് വിഷമിച്ചു. എന്നാൽ കാട്ടിൽ ചില പരീക്ഷണങ്ങൾക്ക് ശേഷം മൂപ്പൻ ഷെമ്മാശനെ മാന്ത്രിക വിദ്യകൾ പഠിപ്പിച്ചു തുടങ്ങി. സ്തംഭനം, ഗോപ്യം, തിരസ്കരണി, കൂടുവിട്ടു കൂടുചേരൽ എന്നിവയിൽ തുടങ്ങി സകല മാന്ത്രിക വിദ്യാ പാഠഭേദങ്ങളും മൂപ്പൻ ഷെമ്മാശനെ പഠിപ്പിച്ചു. അപ്പോഴേക്കും മൂപ്പനും ഷെമ്മാശനും തമ്മിൽ ഒരു അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹബന്ധമായി മാറി. അവനെ ഒരുപാട് വിഷമിച്ച് കണ്ട മൂപ്പൻ അവനെ വിളിച്ച് ഇവിടെ പോകുവാൻ അനുവദിക്കുകയും ചെയ്തു. മൂപ്പനെ മറക്കരുത് എന്നും അവരെക്കുറിച്ച് പുറത്തു പറയരുത് എന്നും സത്യം ചെയ്യിപ്പിച്ചു. അങ്ങനെ നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തി. പൗലോസിനെ കണ്ട കത്തനാർ ഒരുപാട് സന്തോഷിച്ചു. ആ ഇടക്ക് ആ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുന്ന പിശാചിന്റെ ശല്യത്തെപ്പറ്റിയും കത്തനാർ പറഞ്ഞു. ഇത് കേട്ട് പൗലോസ് അവരെ നേരിടുവാൻ തീരുമാനിച്ചു. അങ്ങനെ പൗലോസ് തന്റെ മാന്ത്രിക ശക്തികൾ ഉപയോഗിച്ച് പിശാചിനെ കീഴ്പ്പെടുത്തി ഓടിച്ചു. അങ്ങനെ നാടിനെ രക്ഷിച്ച പൗലോസിന് കടമറ്റത്ത് കത്തനാർ എന്ന പദവി നൽകി. സഹയാത്രികൻ കടമറ്റത്തു കത്തനാർ